ദൈവവചനം നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട്. എബ്രായർ 3:12 വർഷിപ്പ് ടീം കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടോ? മുഴുവൻ ആളുകളും കേൾക്കണം. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ബൈബിൾ നമുക്ക് തരുന്നൊരു ഉപദേശമുണ്ട്. എബ്രായർ 3:12 വേദപുസ്തകം പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. അവിശ്വാസം എന്നത് നല്ല ഹൃദയമല്ല. അവിശ്വാസം എന്ന് പറയുന്നത് ഒരു ദുഷ്ടഹൃദയമാണ്. ഈ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രം വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് ബൈബിൾ അതിനെതിരാണ്. ബൈബിൾ പറയുന്നത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമുക്കത് ഉറപ്പിക്കാൻ കഴിയണം, നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് രക്തസ്രവക്കാരി സ്ത്രീ വിശ്വസിച്ചു. അങ്ങനെ സംഭവിച്ചു. യെരിഹോ മതിലിന് ചുറ്റും ജോഷുവായുടെ നേതൃത്വത്തിൽ കാഹളം അവർ ഊതുമ്പോൾ, പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഒരിക്കലും അവര് ബോംബ് വെച്ചിട്ടില്ല. അവർ യെരിഹോ മതിൽ പൊളിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സും കൊണ്ടുവന്നിട്ടില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രാക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ മതിൽ പൊളിയുന്ന, പൊട്ടുന്ന, കട്ട ഇളകുന്ന ശബ്ദമൊന്നും അവർ കേൾക്കുന്നില്ല. പക്ഷെ ഈ ചുറ്റി നടന്ന് സ്തുതിക്കുന്നവൻ വിശ്വസിക്കുന്നുണ്ട്, ഇത് താണിരിക്കും. അവനത് വിശ്വസിക്കുന്നുണ്ട്. എലീശായുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ കോടാലി, ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയ സാഹചര്യത്തിൽ, ഇരുമ്പ് കോടാലി, വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയപ്പോൾ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ തൊഴിലാളി, ഈ ലേബർ, ഈ മരം വെട്ടുകാരൻ പറയുന്ന വാക്കിങ്ങനെയാണ്, പ്രവാചകനെ, ഞാൻ വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി മരം മുറിക്കുമ്പോൾ വഴുതി വെള്ളത്തിൽ പോയി. പ്രവാചകനായ എലീശ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് അവനോട് ചോദിക്കുന്നു, എവിടെയാണ് നിന്റെ കോടാലി പോയത്? അവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാമോ, ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താണുപോകും, തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. എലീശ പറയുന്നു, ആ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയാൻ പറയുന്നു. ആ മനുഷ്യൻ അതുപോലെ ചെയ്തു. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ താണുപോയ ഇരുമ്പ് പൊങ്ങി വന്നു. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ ഇത് ചെയ്യാൻ പറ്റുകയില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവന്, ബുദ്ധിയുടെ പ്രമാണങ്ങൾ അന്വേഷിക്കുന്നവന് ദൈവരാജ്യത്തിൽ നിന്നും ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും അത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എനിക്കതിലൊരു ഉറപ്പ് വേണം, എനിക്കതിലൊരു ഉറപ്പ് വേണം. കടമ്പനാട് മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ ഒപ്പമുള്ള ബിനു ബ്രദറിന്റെ ഫാമിലി, സജിച്ചാൻ ഫാമിലി, ആ മീറ്റിംഗിൽ പങ്കെടുത്തവർ ഇവിടെയും വന്നിട്ടുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നീ ഹീലായിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഡോക്ടറിനെ കണ്ട് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ. ഞാൻ ആ സഹോദരിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ പിന്നത്തേതിൽ കാണാം, ആ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങൾക്കെതിരായിരിക്കാം. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സൗഖ്യമായെന്ന് പറഞ്ഞു. അടുത്ത റിപ്പോർട്ട് എന്നാന്ന് എനിക്കറിയാം, നിനക്കിനി ഇതുണ്ടാകത്തില്ല. ഇത് ഫെയ്ത്തിന്റെ ആക്ഷനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? തലമുറകളെ കുറിച്ച് വിശ്വസിക്കുക, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വിശ്വസിക്കുക, നിന്റെ ഭാവിയെ കുറിച്ച് വിശ്വസിക്കുക. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ എടുത്തു കളയുക. ഞാൻ പറയട്ടെ, നമുക്ക് മാത്രമല്ല പ്രിയമുള്ളവരെ,
ശിഷ്യന്മാര് പോലും ഇത്രയും അത്ഭുതങ്ങൾ കണ്ടവരാണ് അവർ. ഒരു ദിവസം യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാര് ഇന്ന് വരെ അങ്ങനെ ഒരു കാഴ്ച അവർ കണ്ടിട്ടില്ല. ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു മനുഷ്യൻ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. അപ്പൊ ഉടനെ അവരെന്താ പറഞ്ഞേ, എന്താ വിളിച്ചേ? ബൈബിള് വായിച്ചവർ പറഞ്ഞു നേരെയില്ലാത്തോണ്ടാ, ഭൂതം വരുന്നു. അപ്പോ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം കാണുമ്പം ഭൂതമാണെന്ന് പറയാൻ നിനക്കറിയാം, പക്ഷെ നിനക്ക് എന്തുകൊണ്ട് അത് ദൈവമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ? കാരണം പിശാചിന് മാത്രമാണോ അത്ഭുതം ചെയ്യാൻ കഴിയുന്നത്? കാരണം പൈശാചിക മേഖല ഒരിക്കലും ദൈവപ്രവൃത്തികളെ വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ വിടുകയില്ല. കാരണം നീ ദൈവപ്രവൃത്തികളെ വിശ്വസിക്കാതെ നിന്റെ അകത്ത് നെഗറ്റീവായ കാര്യങ്ങൾ, തെറ്റായ ഇൻഫർമേഷനുകൾ, റോങ് ഫെയ്ത്തുകൾ, തെറ്റായ വിശ്വാസങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് വന്നാൽ പിശാചിനറിയാം നീ അവന്റെ പ്രോപ്പർട്ടി ആയിട്ട് എന്നും അവന്റെ കസ്റ്റഡി കിടക്കുമെന്ന്. പക്ഷെ എപ്പോൾ നീ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, എപ്പോൾ നിന്റെ വിശ്വാസം നീ ദൈവത്തിൽ അർപ്പിക്കുന്നുവോ, എൻ്റെ ദൈവത്തിന് പരിധികളില്ല, പരിമിതികളില്ല. എൻ്റെ കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും. അവൻ എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ കർത്താവിന് എന്തും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഈ ഓൺലൈനിലുണ്ട്? ഈ കട്ടപ്പന ചർച്ചിനകത്തുണ്ട്. എൻ്റെ ദൈവത്തിന് പരിധിയില്ല, ഫെൻസ് ഇല്ല, ബൗണ്ടറി ഇല്ല. അവൻ എന്തും ചെയ്യാൻ കഴിയും. യേശു എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. അവൻ അതിശയവാനാണ്. ഉറപ്പുണ്ടോ? യെസ്. യെസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് ലേവ്യ പുസ്തകത്തിൽ എഴുതിയ, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ മോശയോട് മുൻകാലങ്ങളിൽ ദൈവം അരുളി ചെയ്ത സീനായ് പർവ്വതത്തിൽ വെച്ച് കൊടുത്ത വാഗ്ദത്തങ്ങളുടെയോ വാക്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. ഏത് വാക്യം എടുത്തു വെച്ചിട്ടാണ് മോശ ചെങ്കടലിന്റെ മുമ്പിൽ കൈയും പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചത്? മോശയുടെ ആ നിമിഷമുള്ള അവന്റെ വിശ്വാസം. രക്തസ്രവക്കാരി ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടത്? പറ. ഹല്ലേലൂയ. അത് അവളുടെ വിശ്വാസം. അത് അവളുടെ വിശ്വാസം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. എല്ലാവരോടും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നു, കർത്താവേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുണ്ടായിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ ഇടവരല്ല. ഇന്ന് പകലില് അവിശ്വസിപ്പിക്കുന്ന ദുരാത്മാവ് നിന്റെ ഭർത്താവിനെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ ഭാര്യയെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ മക്കളെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ കൂടെ നിൽക്കുന്നവരെ അവിശ്വസിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ പൈശാചികമായ ആത്മാവും ആ ദുഷ്ടഹൃദയങ്ങളും വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, യോബിന്റെ മേളില് സാത്താൻ ദൃഷ്ടി വെച്ചു. എന്നിട്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട്, നമുക്കറിയാം യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേളിൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ആരുമില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ പിശാച് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്, ജോബിനെ വെല്ലുവിളിക്കുകയാണ്. പിശാച് പറയുന്നു,
അവന്റെ നന്മകളെ ഞാൻ കവർന്നെടുത്ത് കഴിയുമ്പോൾ, അവന്റെ ഭൗതിക അനുഗ്രഹങ്ങളെ ഞാൻ തൊട്ട് കഴിയുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നന്മകളുണ്ട്, ഭൗതികമായത്, കാണാൻ കഴിയുന്നത്. ഇതെല്ലാം പിൻവലിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉറപ്പായും ഇയ്യോബ്, ജോബ് നിന്നെ തള്ളി പറയും. ഹല്ലേലൂയ. അതാണ് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന്. ഇപ്പൊ ഇരുന്ന് ഈ സ്തോത്രം പറയുന്നവനും കൈയടിക്കുന്നവനും ഹല്ലേലൂയ പറയുന്നവനും ഒക്കെ പിശാച് പറയുന്നു, ഞാൻ അവനെ ഒരു പ്രതികൂലത്തിലൂടെ കടത്തി വിടുമ്പോൾ അവന്റെ കൃത്യമായ ചിത്രം, അവന്റെ മുഖം എന്താണെന്ന് ദൈവമേ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിയണം. മനസ്സിലായില്ല അല്ലേ? ഏലിയാവിന് ദൈവത്തെ വിശ്വാസമായിരുന്നു, പക്ഷെ അതിലപ്പുറമായി ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. മോശയ്ക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, അതിനപ്പുറമായി മോശയെ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അവൻ നിങ്ങളെ വിശ്വസ്തരം എണ്ണി തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിന് മുൻപേ അവൻ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ എന്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചത്. അല്ലേ? ദൈവം എന്നിലേക്ക് കൃപാവരങ്ങളെ തരുമ്പോൾ, ദൈവം എന്നിലേക്ക് ചില ദാനങ്ങളെ കൈമാറ്റം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ എനിക്ക് തരുമ്പോൾ, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ എനിക്ക് വേണ്ടി സകലത്തെ ഒരുക്കിയെങ്കിൽ, ഞാൻ ഒരു വാക്ക് പറയാം, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ എന്റെ ദൈവം എന്നെ വിശ്വസിച്ചു. അതിനകത്ത് വഞ്ചന കാണിക്കരുത്, അതിനകത്ത് തരികിട കാണിക്കരുത്, അതിനകത്തൊരു ന്യൂനത ഉണ്ടാകരുത്. അവൻ എന്നെയും നിങ്ങളെയും വിശ്വസ്തരം എണ്ണിയതാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒരാളെ വിശ്വസിക്കാൻ പറ്റിയാൽ, ഷൈജു പാസ്റ്ററിനെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയാൽ, ഷിജിൻ ബ്രദറിനെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയാൽ, ഒരാളിനെ തമ്പുരാന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ദൈവം അവന്റെ കയ്യിലോട്ട് എന്നാ എടുത്തു കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. സ്വന്തം മനസാക്ഷിയോട് ഒരു വലതുകരം നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവത്തിന് വിശ്വസിക്കാവോ? ഹല്ലേലൂയ. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഇയ്യോബിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം സാത്താനോട് പറഞ്ഞത്, നീ എന്നാ വേണേലും ചെയ്തോളാൻ. നീ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും തൊട്ടാൽ നിന്റെ മുഖത്ത് നോക്കി അവൻ നിന്നെ ത്യജിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോൾ 6-7 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അറിയുന്നത്, യഹോവ സാത്താനോട്, അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു, സ്കിന്ന് വരെ അടിച്ചു. ഒരു ഓട്ട് കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടി ചാരത്തിനകത്ത് പുള്ളിയിരുന്നു. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറഞ്ഞേ. ആ സമയത്ത് അവന്റെ ഭാര്യ അടുത്തു വന്നിട്ട്, നീ ദൈവഭക്തി ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് പോയി മരിച്ചുകള മനുഷ്യ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ ഇയ്യോബ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. നാം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതല്ലോ എന്ന് ഇയ്യോബ് ഭാര്യയോട് പറഞ്ഞു. എന്നിട്ടും അധരങ്ങളാൽ ഇയ്യോബ് പാപം ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്കും പുള്ളി നാക്കുകൊണ്ട് പറഞ്ഞില്ല. ഒരു പരാതിയും ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞില്ല. ഒന്ന് ഓർത്തു നോക്കിയേ,
എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ ചമ്മിപ്പോയി. ആമേൻ. ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ പറയുന്നേ? യെസ്. ദൈവത്തെ ത്യജിച്ചു കളയും, അവനെ ഒന്ന് ബാധിച്ചു നോക്കുന്ന വെല്ലുവിളിച്ച കശി ജോബിന്റെ ആറ്റിറ്റ്യൂഡിന്റെ ഫെയ്ത്തിന്റെ മുൻപിൽ ജോബ് മുഖത്ത് നോക്കി പിശാചിനോട് പറഞ്ഞു. പിശാച് പറഞ്ഞത് നിന്നെ മുഖത്ത് നോക്കി അവൻ തള്ളി പറയുന്ന, പക്ഷെ പിശാചിന്റെ മുഖത്ത് നോക്കി ജോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഒന്ന് കൈയടിച്ച, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇന്ന് പകൽ അങ്ങനെ കുറെ വിശ്വാസമുള്ള വീരന്മാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. എന്തിനാണ് ഈ പിശാച് പരീക്ഷിക്കുന്നതെന്ന് അറിയാം മക്കളെ? നിങ്ങൾക്ക് വീടുണ്ടാകുന്നതുകൊണ്ട് സാത്താൻ ഒരു പ്രശ്നമില്ല. നമ്മുടെ വീടിനോട് എന്തോ പോരാട്ടമുണ്ട്, നമ്മുടെ വണ്ടിയോട് കാറിനോട് എന്തോ പോരാട്ടം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാറിനോടും വണ്ടിയോടും വീടിനോടും ഒന്നും പിശാചിന് ഒരു പോരാട്ടവും ഇല്ല. പക്ഷേ നിങ്ങളുടെ കാറിനെയും വീടിനെയും വണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് തള്ളി വിടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് സഭായോഗം കഴിഞ്ഞ് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, അങ്ങനെയൊന്നും വരികയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. ഞാൻ അതാദ്യമേ കർത്താവിൻ്റെ രക്തത്തിൽ ഏൽപ്പിക്കുകയാണ്, അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇവിടുന്ന് സഭായോഗം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്കൂട്ടറുകാരൻ നിങ്ങളുടെ വണ്ടിയുടെ സൈഡേ കൊണ്ടൊന്ന് ഉരച്ചാൽ ഇവിടെ നിന്ന് പാടിയ പാട്ടും ഓർക്കുകയില്ല, പ്രസംഗവും ഓർക്കുകയില്ല, ഇന്നത്തെ വിശ്വാസ വചനം ഓർക്കുകയില്ല. പിന്നെ നിങ്ങൾ വിശ്വാസ വീരന്മാരായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം മറക്കുകയാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ഈ എല്ലാം ഓക്കെ ആയി എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പലരും കർത്താവ് നല്ലവനാന്നൊക്കെ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരു യുദ്ധത്തിലേക്ക്, ഒരു ഫൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ, പരീക്ഷകളിലേക്ക് ദൈവം നമ്മളെ വിടുമ്പോൾ, അവിടെ നമ്മുടെ വിശ്വസ്തത നമ്മൾ പ്രൂവ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് അവിശ്വസ്തനാകാനുള്ള സാഹചര്യം, സിറ്റുവേഷൻ എനിക്ക് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റെ വിശ്വസ്തതയും വിശുദ്ധിയും തെളിയിക്കണം. അവിടെയാ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുന്നത്. പാപം ചെയ്യാൻ, പൊത്തീഫറിന്റെ ഭാര്യയോട് പാപം ചെയ്യാൻ ജോസഫിന് സകല സാഹചര്യങ്ങളും നിയമവും അനുകൂലമായി നിൽക്കുമ്പോഴും അവളുടെ അരികിൽ നിന്ന് ഞാൻ നിന്നോട് പാപം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഇടവരരുത് എന്ന തീരുമാനത്തിൽ ജോസഫ് ഇറങ്ങി ഓടുമ്പോഴാണ് അവന്റെ മേളിലുള്ള ഫേവർ ഡബിൾ ആകുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ രാജാവ് വീഞ്ഞെടുത്ത് ദാനിയേലിന് നീട്ടുമ്പോൾ, രാജാവേ നിന്റെ വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ ഒരു കട്ടയ്ക്കൊരു തീരുമാനം എടുക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും കട്ടപ്പനക്കാർക്ക്, ഒരു തീരുമാനം എടുത്ത തീരുമാനത്തിന്റെ മുൻപിലാണ് ദൈവത്തിന്റെ ഫേവർ ദാനിയേലിൽ ആക്ടിവേറ്റ് ആകുന്നത്. അല്ലാതെ ലോകത്തിന്റെ എല്ലാ വഴികളിലും ഓടി നടന്ന് ചെയ്യാവുന്ന മുഴുവൻ പാപവും ചെയ്ത്, കുടിക്കാവുന്ന മുഴുവൻ സാധനവും കുടിച്ച്, കാണാവുന്ന മുഴുവൻ റീലും കണ്ട് മുഴുവൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന എന്തതിശയമേ പാടുന്നവന്റെ മണ്ടയ്ക്കല്ല ഫേവർ വരുന്നത്. എന്താ മിണ്ടാത്ത എല്ലാ സ്വോത്രവും പോയെന്നെ? ഒഴുക്കിനകത്ത് ഒഴുകിപ്പോകുന്ന ഒരു തലമുറയല്ല ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നത്. ഒഴുക്കിനെതിരെ നീന്തിക്കയറുന്ന ഒരു തലമുറയാണ്. ഒഴുക്കിനെതിരെ ഒഴുക്കിനെതിരെ നീന്തിക്കയറുന്ന ഒരു തലമുറയെ വിശ്വാസം, വിശ്വാസം, അതിന് വേണ്ടത് വിശ്വാസം, അതിന് വേണ്ടത് വിശ്വാസം, അതിന് വേണ്ടത് ആശ്രയം, അതിന് വേണ്ടത് ട്രസ്റ്റ്, ദൈവത്തോടുള്ള ട്രസ്റ്റ്. എന്താ പത്രോസിന്റെ കാര്യത്തിൽ സാത്താൻ ചോദിച്ചത്? യേശു എന്നാ പീറ്ററിനെ കുറിച്ച് പറഞ്ഞേ? ജോബിന്റെ കാര്യത്തിൽ സാത്താൻ ചമ്മിപ്പോയി, ശരിയാ, സത്യ. എന്നെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, പിശാചിനെ നോക്കി ദൈവം ചിരിച്ചതെന്ന് ഓർത്ത് നോക്കി. വല്ലതും മനസ്സിലാവുന്നോ ഞാനീ പറയുന്നേ? മോനെ ഒന്ന് ഇമാജിൻ ചെയ്യണ. സാത്താൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് കളയെന്ന് പറഞ്ഞു. ഞാൻ അവന് പണി കൊടുക്കാൻ പോവാ, ത്യജിച്ച് പറയുന്നു പറഞ്ഞു.
അതേ പിശാച് താഴെ പോയി ആവുന്ന മണി 58 നോക്കി അവസാനം മരിക്കാറായി എന്ന് വരുമ്പോഴും ജോബ് പറയാണ്, പിശാചേ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുവോളും. ഭാര്യ എതിരായി, എല്ലാരും എതിരായി. സത്യം പറയുമ്പോ സാത്താനെ നോക്കി ദൈവം ചിരിക്കുന്നത് നോക്കി, അയ്യോ ചമ്മി പോയോ എന്ന്. ആരും മിണ്ടണില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്നെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയല്ല, പൈശാചിക മേഖലയെ നോക്കി ചിരിക്കാൻ, പൈശാചിക മേഖലയെ നോക്കി മുഴു സ്വർഗവും നോക്കി ചിരിക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തെ നീ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ ആത്മാവ് ഇടപെടുകയാണ്. എന്താ പത്രോസിനെ കുറിച്ച് യേശു പറഞ്ഞത്? എന്താ സാത്താൻ യേശുവിനോട് ചോദിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ കൃപാവരം പോകാതിരിക്കാനല്ല, നിന്റെ വലയും പടകും പോകാതിരിക്കാനല്ല, നിന്റെ അമ്മായിയമ്മയുടെ വീടും നിന്റെ വീടും കെട്ടിപ്പോക്കാനല്ല, ഞാൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്നത്. അത് നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. ഞാൻ വീണ്ടും സഭയോട് പറയുന്നു, നിന്റെ വിശ്വാസം പോയില്ലെങ്കിൽ പോയതെല്ലാം നന്മയും തിരിച്ചു വരും. തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ടും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്നുറച്ചു. അതവന് നീതിയായി കണക്കിട്ടു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫെയ്ത്ത് പോകരുത്. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന കേൾവികൾ, നിങ്ങൾക്കറിയാമോ, ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ ദൈവരാജ്യ പ്രവർത്തികൾക്കെതിരെ, അത് ഏതു സഭയോ ആകട്ടെ, ഏതു വ്യക്തിയോ ആകട്ടെ, നിങ്ങളെ പൈശാചിക മേഖലകൾ കേൾപ്പിക്കുന്ന കേൾവി നിങ്ങളെ ആത്മതലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ പരിപോഷിപ്പിക്കുവാനോ എൻകറേജ് ചെയ്യുവാനോ അല്ല, നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്ന ഒരു സത്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നെന്ന്. ആവശ്യമില്ലാത്ത കേൾവികളും ആവശ്യമില്ലാത്ത കാഴ്ചകളും നിന്നെ കാണിക്കുന്നത് നീ UK പോകാതിരിക്കാൻ വേണ്ടിയോ, വണ്ടി കിട്ടാതിരിക്കാൻ വേണ്ടിയോ, വീടുണ്ടാകാതിരിക്കാൻ വേണ്ടിയോ, പ്രൊമോഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയോ അല്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടാകുന്നതുകൊണ്ട് പിശാചിന് ഒരു കംപ്ലൈന്റും ഇല്ല. അറിയോ എന്നാ മിണ്ടാത്തെ? ഒരു കംപ്ലൈന്റും ഇല്ല. നിങ്ങൾക്ക് 2-3 തോട്ടവും കൂടെ ഉണ്ടാകണമെന്നാ പിശാചിന്റെ ആഗ്രഹം. എന്നാലല്ലേ നീ സഭായോഗത്തിന് വരാതിരിക്കൂ. മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശ് വരണമെന്നാ സാത്താന്റെ ആഗ്രഹം. എന്നാലല്ലേ നിന്റെ അഹങ്കാരം കുറച്ചുകൂടെ കൂടുള്ളൂ. സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്ക് ഓർഡർ കൂടുതൽ കിട്ടണമെന്നാ സാത്താന്റെ ആഗ്രഹം. എന്നാലല്ലേ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സമയം തികയാതിരിക്കുള്ളൂ. അതിനൊന്നും പിശാചിന് ഒരു പ്രശ്നമില്ല. അവന്റെ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, ദൈവത്തിലുള്ള നിന്റെ ആശ്രയം, അവനിലുള്ള നിന്റെ വിശ്വാസം, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന നിത്യജീവൻ ഇല്ലാതാക്കുക. അവിടെ ഒരു യുദ്ധമുണ്ട്, അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിച്ചവൻ അവന്റെ അവസാന നാളുകളിൽ നീറോ ചക്രവർത്തിയുടെ ഈർച്ചവാൾ കഴുത്തിലിരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനി നീതിയുടെ കിരീടം അവൻ എനിക്കായി വെച്ചിരിക്കുന്നു. നഷ്ടപ്പെടുത്തല്ലേ മോനെ, നഷ്ടപ്പെടുത്തല്ലേ സഹോദരി. ഏതു സാഹചര്യത്തിലും, ഏതു പ്രതിസന്ധിയിലും, ഏതു വെല്ലുവിളികളിലും, ഏതു കുപ്രചരണങ്ങളുടെ നടുവിൽ നീ ഏറ്റുപറഞ്ഞ വിശ്വാസവും നീ ഏറ്റെടുത്ത ദൈവകൃപയും നീ പ്രാപിച്ച അഭിഷേകവും ചോർന്നു പോകാതെ നിലനിർത്തുവാൻ ഈ തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്. പോകരുത്, നഷ്ടപ്പെടുത്തരുത്. എന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ എനിക്ക് വേണ്ട.
എന്റെ വിശ്വാസത്തെ ഇടിച്ചു കളയുന്ന, എന്റെ വിശ്വാസത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. തീരുമാനിക്കാവോ? എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പാട്ടുകൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന നല്ല ബന്ധങ്ങൾ ഒന്ന് എടുത്തു നോക്കിയേ. നിന്റെ ദേശത്തിൽ ദൈവം നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിർത്തും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പീറ്ററിനും ശിഷ്യന്മാർക്കും വേണ്ടി യേശു ഇന്റർസീഡ് ചെയ്തു. ആമേൻ. പിടികിട്ടിയോ? എന്തിനാ? സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ അവൻ കൽപ്പന ചോദിച്ചു. അവനാ അറിയണം, ഇവരെ പാറ്റി കളയണം. ഇനി ഇവൻ ചർച്ചയിൽ പോകരുത്, ഇനി ഇവൻ പ്രാർത്ഥിക്കരുത്, ഇനി ഇവൻ ബൈബിൾ വായിക്കരുത്, ഇനി ഇവൻ യേശുവിനെ അനുഗമിക്കരുത്, ഇനി ഇവൻ പാടരുത്, ഇനി ഇവൻ പ്രാർത്ഥിക്കരുത്, ഇനി ഇവൻ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കരുത്. അതിനുള്ള സകല പണി അവനപ്പിച്ചു. ആ പണിക്കകത്ത് പെട്ടുപോയ ഒത്തിരി പേരുണ്ട്, അബദ്ധം പറ്റിയ ഒത്തിരി പേരുണ്ട്, തെറ്റിദ്ധരിച്ചു പോയ ഒത്തിരി പേരുണ്ട്. അവൻ അറിഞ്ഞില്ല അത് പിശാചിന്റെ പണി ആയിരുന്നെന്ന്. പക്ഷെ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയാൽ നീ തിരിച്ചു വരണം, തിരിച്ചു വരണം. ചെറുതൊരാമയും പറയാവോ? ആമേൻ. ഈ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യാത്രയിലാണ്. എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ ഈ കപ്പല്? ഈ കപ്പൽ എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ? ആണോ? നിത്യതയിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? ലക്ഷ്യത്തിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? അത് അവിശ്വസിച്ച് ഈ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും പൊല്യൂട്ടഡ് ആക്കരുത്, അഴുക്കാക്കല്ല്. ഈ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നെന്ന്. വായിച്ചിട്ടുണ്ടോ? എന്തോ വായിച്ചേ? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. എന്താ എന്റെ അധരത്തിന് ശുദ്ധിയില്ലാതായി പോയെ? അങ്ങനെയുള്ള കൂട്ടുകെട്ടായിരുന്നു എനിക്ക്. ആരും മിണ്ടുന്നില്ലല്ലോ. സ്റ്റേജായി കിടന്ന് എന്നാ തകർപ്പ, ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു സ്വോത്രം പറ. ഹല്ലേലൂയ. നെവർ എൻകറേജ്. രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. MDMA അടിക്കുന്ന, കഞ്ചാവ് അടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ നീ പ്രോത്സാഹിപ്പിക്കരുത്. അവന്റെ കൂടെ നീ കമ്പനി അടിച്ച് നടക്കരുത്. നിന്നെ പാപം ചെയ്യാൻ, തിന്മയിലേക്ക് നയിക്കാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ നയിക്കുന്നവന്റെ കൂടെ നീ കൂട്ടുകൂടരുത്. ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, നീ അതാകും. യെശയ്യാവ് പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ ഇടയിൽ വസിച്ച് ഞാനും അവന്മാരെ പോലെ ആയിപ്പോയത്. അങ്ങനെ ആകരുത്. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, ദൈവബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന യാതൊരു കാര്യങ്ങൾക്കകത്തും ഞാൻ ഉണ്ടാകരുത്. എനിക്കിത് കേൾക്കാം. ഒരു പാസ്റ്ററെ കുറിച്ചോ ഒരു ദൈവദാസനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒരാൾ വാചാലനാകുമ്പോൾ, ബ്രദറെ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. കാരണം നീ അത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് വിശ്വാസമാണോ ഉണ്ടാകുന്നത്, അവിശ്വാസമാണോ ഉണ്ടാകുന്നത് എന്ന് നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത, ദൈവിക ബന്ധത്തിൽ കണക്ട് ചെയ്യാത്തതൊന്നും നിനക്കുള്ളതല്ല. 100% അല്ല. പിന്നെ കിടന്ന് മോങ്ങരുത്, അല്ലെ കരയരുത്. അത് പോയി ഇത് പോയി, ഇപ്പം പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നോണം, പ്രാർത്ഥനയിലേക്ക് വന്നോണം. എനിക്ക് വെറുതെ പറയല്ല ഇത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കറിയാവോ, നമ്മൾ പുക വലിക്കത്തില്ല, പുക വലിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരാണ്. പുക വലിക്കുന്ന ഒരുത്തൻ്റെ കാറിനകത്ത് കയറിയാൽ നിങ്ങൾ പുക വലിക്കുന്ന ആളല്ലെങ്കിൽ പോലും, നിങ്ങൾ കട്ടപ്പനയിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തു, വണ്ടി ഓടിച്ച ഡ്രൈവർ സിഗരറ്റ് വലിക്കുന്നവനായിരുന്നു. നിങ്ങൾ പോയി എറണാകുളത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഷർട്ടയിൽ സിഗരറ്റിൻ്റെ മണം കാണും. നിങ്ങൾ പുക വലിക്കുന്ന ആളല്ലേ പോലും. ആവശ്യമില്ലാത്തടത്ത് പോയി ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പഴയതുപോലെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല. എന്തോ എനിക്കിപ്പം ചർച്ചയിൽ വരുന്നതിനോടൊരു സന്തോഷമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേർന്നൊരു ആമീൻ പറയാവോ? സ്തോത്രം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാണ്. നല്ല ഈ ഇംഗ്ലീഷ് വായിക്കണം അവിടെ കേട്ടോ. മലയാളത്തിൽ ദുഷ്ടഹൃദയം ഇരിക്കുമ്പോൾ ഈവിൾ ഹാർട്ട് എന്ന, ഈവിൾ ഹാർട്ട്, പിശാച് കൈക്കലാക്കിയ ഹൃദയം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ സൂക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്, ദൈവം സൂക്ഷിക്കുമെന്നല്ല. ചേർന്ന് രാമേൻ പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം എന്ന് പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ചേർന്ന് രാമേൻ പറയാോ? പൗലോസ് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 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 അപ്പോ ഇതൊരു യാത്രയാണ്. അതുകൊണ്ടാണ് 1 തീമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. കപ്പലിന്റെ പേരെന്നാ? ഉറക്കെ പറ. വിശ്വാസ കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ഈ വിശ്വാസം പോയി കഴിഞ്ഞാൽ വിശ്വാസ കപ്പല് തകരും. കപ്പല് തകർന്ന എത്തേണ്ടടുത്ത് എത്തുകയില്ല. അപ്പൊ ഈ കപ്പല് തകരാതെ, ഈ വിശ്വാസ കപ്പൽ തകരാതെ വളരെ കെയർഫുള്ളായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ ഡീലുകളും ചേർന്ന് രാമീൻ പറഞ്ഞേ. ഓൾ ദ ഡീൽ, ഓൾ ദ ഡീൽ. താങ്ക് യു ജീസസ്. യു ക്യാൻ ഹിയർ സംതിങ്. എന്നാൽ ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ. നമുക്കൊരു ദൗത്യമുണ്ട്, നമ്മുടെ ദൈവദാസന്മാർക്കൊരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. നമുക്കൊരു ദൗത്യമുണ്ട്. എന്നാ ദൗത്യം എന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. നേരെയില്ല, ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് പിടിക്കണം. ചിലപ്പോൾ ചിലരങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ചില സമയങ്ങളിൽ അങ്ങ് താഴെ പോകും. ആ സമയത്ത് ദൈവദാസന്മാർ, ശുശ്രൂഷകർ, അവൻ്റെ വിശ്വാസം ഒന്നും പഴയതുപോലെ ഇല്ല, അവൻ പൊക്കോട്ട, അങ്ങനല്ല. വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കണം. അതിൻ്റെ 23-ാമത്തെ വാക്യം നോക്കി, നേരം ഇല്ലാത്തതുകൊണ്ടാണ്. 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എന്തൊക്കെയാണ് പാപം? വ്യഭിചാരം, മോഷണം, കൊലപാതകം, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. നമ്മൾ വിശ്വാസ നാടിനെ നോക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ ആരാധിക്കുന്നവരാണ്. ഈ പ്രത്യാശാ സ്നേഹം ഇത് നെക്സ്റ്റ് ടൈം പഠിപ്പിക്കാം. ഇന്ന് ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരൊറ്റ വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. എബ്രായർ 11-ന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്നും കൺഫേം ചെയ്യണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ചേർന്നൊരു ആമീൻ പറയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മണി, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കയുടെ ഒരു ടെസ്റ്റ് മണി യൂട്യൂബിനകത്ത് വാച്ച് ചെയ്തു. നല്ല നല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന
ഹീലിങ്ങുകൾ, ഡെലിവറൻസുകൾ കാണാം. ഞാൻ എപ്പോഴും നമ്മുടെ ചർച്ചിൽ പറയാറുണ്ട്, ഈ നമ്മൾ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യും ആളുകൾക്ക്. പക്ഷെ നമ്മൾ ഈ ഹീലിങ്ങിൻ്റെ, ഡെലിവറൻസിൻ്റെ ഒന്നും വീഡിയോകളൊന്നും പലപ്പോഴും ഷെയർ ചെയ്യത്തില്ല. പക്ഷെ അതാ ശരിക്കും ഷെയർ ചെയ്യേണ്ടത്. കാരണം ഇന്നും കർത്താവ് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാത്. ആമേൻ. അവൻ പ്രസംഗിച്ച വചനങ്ങളെ അവൻ അടയാളങ്ങളാൽ ഉറപ്പിച്ചു. ആമേൻ. കാരണം ആ വചനത്തിന് ശക്തി ഉണ്ടെന്നും ആ വചനം ഇന്നും പ്രവർത്തിക്കുന്നതാണെന്നും കൺഫേം ചെയ്യുന്നതാണ് ആ നടന്ന സൗഖ്യം, ആ നടന്ന ഹീലിംഗ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചേർന്ന് രാമീൻ പറയാവോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ യൂട്യൂബിൽ ഞാൻ കണ്ട ടെസ്റ്റ് മണിയിൽ നമുക്കറിയാം, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒത്തിരി ഉണർവുകൾ നടക്കുന്നുണ്ടെങ്കിലും ഒത്തിരി ഫേക്ക് പരിപാടികൾ ഒത്തിരി ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്, ആഫ്രിക്കയിൽ മാത്രമല്ല പലയിടത്തും ഉണ്ട്. ഈ നല്ല സാധനത്തിൻ്റെ കൂടെ കളകളും ഒത്തിരി വളരുന്നുണ്ട്. ഇതിനെ ഒന്നിച്ച് പിഴുതുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇപ്പൊ തൊടുകയിലെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചേർന്നൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പക്ഷേ റെയ്നാഡ് ബോങ്കെ എന്ന ദൈവ മനുഷ്യൻ ഒരിക്കലും ഒരു ഫേക്ക് മിനിസ്റ്റർ അല്ലായിരുന്നു. ആമേൻ. നമ്മൾ വിക്കിപീഡിയക്കകത്തും യൂട്യൂബിനകത്തും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്യുമ്പം ഒഫീഷ്യലി തന്നെ ആളുകൾ പറയുന്നുണ്ട് 70 മില്യണിലധികം ആളുകളെ ദൈവത്തിലേക്ക് നയിച്ച മനുഷ്യൻ. He was a great evangelist. ആമേൻ. നമുക്കറിയാം, വിശ്വസിക്കാൻ കൊള്ളുന്ന മരിച്ചവരൊക്കെ ഉയർക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കട്ടെ വരുന്ന ദിവസം. പക്ഷേ ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കയുടെ മീറ്റിംഗിൽ മരിച്ച ഒരാൾ ഉയർത്തിട്ടുണ്ട്. അത് ഫേക്ക് അല്ല, അത് റിയൽ ആണ്. നിങ്ങൾ ആ ടെസ്റ്റ് മണി കഴിയുകയാണെങ്കിൽ കാണണം. റൈസ് ഫ്രം ദ ഡെഡ്, ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കെ. ഒരു പാസ്റ്ററാണ് മരണപ്പെട്ടത്, ഡേവിഡ് എന്നൊരു ദൈവദാസൻ. ആ ദൈവദാസൻ മരിച്ചിട്ട് ആ ബോഡി എംബാം ചെയ്ത് ആക്സിഡന്റ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ച ബോഡി. അപ്പം മോർച്ചറിക്കാരൻ്റെ റിപ്പോർട്ട് ആ സാക്ഷ്യത്തിനകത്തുണ്ട്, ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിലെല്ലാം ഉപരിയായി പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇവിടം മുതൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആ വീഡിയോയിൽ കാണാം. ഒത്തിരി പഴയ വീഡിയോ ആണ്. റെയ്നാഡ് ആ മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയിൽ ഉയർപ്പിച്ചു. ഒരനക്കമില്ലല്ലോ ആർക്കും. യേശു പറഞ്ഞില്ലേ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ഇന്നും അത് നടക്കുന്നുണ്ട്. ദൈവം കർത്താവിന്റെ അഭിഷിക്തന്മാരെ അതിനുവേണ്ടി ഇന്നും ശക്തിയോടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താ അതിന്റെ കാരണം എന്നറിയാമോ? ഈ മനുഷ്യനെ ഒരു കാരണവശാലും അടക്കാൻ ഈ പാസ്റ്ററിന്റെ ഭാര്യ അനുവദിച്ചില്ല. അതെ, ആ സഹോദരിക്ക് ഒരു വാക്യം ലഭിച്ചിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ സ്ത്രീകൾക്ക് മരിച്ച അവരുടെ ഭർത്താക്കന്മാരെ തിരികെ കൊടുത്തെന്നു. ആ വാക്യത്തെ മുറുകെ പിടിച്ച് ഈ സഹോദരി നിന്നു. എന്നിട്ട് ഈ ബോഡി റീനാഡിന്റെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. എവിടുന്ന് എടുത്തോണ്ട് വരുന്നത്? മോർച്ചറിയിൽ നിന്ന്. ആ മോർച്ചറിക്കാരനും ഡോക്ടറും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം കള്ളത്തരം എന്നാ സത്യം എന്നാന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ ടെസ്റ്റ് മണിയിൽ റെയ്നാഡ് പറയുന്നുണ്ട്, അതൊരു ലോങ് വീഡിയോ ആണ്, തീർച്ചയായിട്ടും അദ്ദേഹം ഉയർത്തതിൻ്റെ കാരണക്കാരൻ ദൈവമാണ് ഉയർപ്പിച്ചത്. പക്ഷെ അതിന്റെ റീസൺ ആ ഭാര്യയുടെ വിശ്വാസമാണ്. ആ സഹോദരിയുടെ ഫെയ്ത്ത് ആണ്, ആ സഹോദരിയുടെ വിശ്വാസം. 4 ആൾ ഒരു പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കൽ ചുമന്നുകൊണ്ട് വന്നില്ലേ? കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് താഴോട്ട് ഇറക്കിയില്ലേ? എന്ത് കാരണം കൊണ്ടാണ് യേശു അവനെ സൗഖ്യമാക്കി? അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ഈ വിശ്വാസം കാണാൻ പറ്റും. ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസ് അവന്റെ വിശ്വാസം കണ്ടാറേ അവനോട് എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കാൻ പറഞ്ഞു.
ഇപ്പം ഉറങ്ങുന്നവനെയും കണ്ടാൽ അറിയാം, ഇതെപ്പോഴാ ഒന്ന് തീരുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്നവനെയും കണ്ടാൽ അറിയാം, വിശ്വാസമുള്ളവനെയും കണ്ടാൽ അറിയാം. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അവന്റെ വിശ്വാസം കണ്ടാറ്. കാണാൻ പറ്റും, അത് എൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റും. ആമേൻ. ചില മീറ്റിങ്ങുകളിലൊക്കെ ചിലർ ആത്മശക്തി സ്വീകരിക്കുന്നതും വിടുതൽ നമുക്കറിയാം, അവര് വിശ്വാസത്തോടെ ദാഹത്തോടെ വന്ന് നിൽക്കുന്നവരാണ്. അവൻ്റെ കണ്ണിനകത്ത് ആ തിളക്കമുണ്ട്, അവൻ്റെ ആ ആറ്റിറ്റ്യൂഡിൽ ആ സാധനമുണ്ട്. അവൻ വെറുതെ വന്നവനല്ല, അവൻ പിടിക്കാൻ, അത് കൊണ്ടുപോകാൻ വന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. 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 ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ആമേൻ. മോനെ, ഒരു വാക്യവും കൂടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, ഉറക്കെ പറ, വിശ്വാസത്താൽ അത്രേ. ആമേൻ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. വിശ്വാസത്താൽ അത്രേ. ആമേൻ. Read one more word. I'm going to close with this session. 2 തിമോത്തിയോസ് 1:12. 2 തിമോത്തിയോസ് 1:12. അതോടെ വായിച്ച് അവസാനിപ്പിക്കും. അത് നിമിത്തം തന്നെ ഇതൊക്കെയും ഞാൻ സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്കറിയോ ആരെ വിശ്വസിച്ചേക്കുന്നതെന്ന്? അവൻ എൻ്റെ ഉപനിധി. ആമേൻ. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? നാട്ടുകാർ പലതും പറയാം, കുടുംബക്കാർ പലതും പറയാം, ആമേൻ. നിന്റെ മനസ്സും മനസാക്ഷിയും പല നെഗറ്റീവും ചിന്തിപ്പിക്കാം. പക്ഷെ നിനക്കൊരു ഉറപ്പുണ്ടാകണം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു. നിനക്കൊരു ഉറപ്പുണ്ടാകണം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ കാലിഫോർണിയ എന്ന സ്ഥലത്ത് അമേരിക്കയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഒരു ബുക്കുമായിട്ട് അടുത്ത് വന്നു. വോളണ്ടിയേഴ്സ് കയറ്റി വിട്ടില്ല. ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു. ആ മനുഷ്യനൊരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പേര് ദൈവം മരിച്ചു എന്നാണ്. ആ ബുക്കിൻ്റെ പേര് ദൈവം മരിച്ചു. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണത്. ആ ഉറങ്ങുന്ന ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ്. ചേർന്ന രാമൻ പറഞ്ഞേ ആമേൻ. അതുകൊണ്ട് ഇവൻ ഇങ്ങേർക്കൊരാഗ്രഹം, ഇത് ബില്ലി ഗ്രഹാമിന്റെ കയ്യിൽ കിട്ടണം, ഇത് ബില്ലി ഗ്രഹാമിന്റെ കയ്യിൽ കിട്ടണം. കാരണം ബില്ലി ഗ്രഹാം വിശ്വാസത്തിൽ നിന്ന് പോയാൽ, ഈ തേനീച്ചയുടെ റാണിയെ പിടിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഇനി പോന്നോളൂ എന്നുള്ള നിലയിൽ ബില്ലി ഗ്രഹാം പോയാൽ അന്ന് ലക്ഷങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന മനുഷ്യനാണ്. ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗ സ്ഥലത്ത് വോളണ്ടിയേഴ്സിനെ കണ്ടു. ഈ പുസ്തകം ഒന്നും കൊടുക്കാൻ അവർ അനുവദിച്ചില്ല. പലരെയും കണ്ടു. ഒടുവിൽ ഈ മനുഷ്യൻ എന്നാ ചെയ്തെന്നറിയാം? ബില്ലി ഗ്രഹാമിൻ്റെ കൂടെ പാട്ട് പാടുന്ന ഈ ബിവലി സംതിങ്, അങ്ങനെ ആയ പുള്ളിയുടെ പേര് എനിക്ക് ഫുൾ നെയിം അറിയത്തില്ല. അങ്ങനെ ഒരാളുണ്ട്, ഒരു അപ്പച്ചൻ, ഭയങ്കര സൗണ്ടിൽ പാടുന്നൊരു അപ്പച്ചനുണ്ട്. ഈ അപ്പച്ചനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം എങ്ങനെങ്കിലും ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് പുള്ളിക്കാരനറിയാം ബില്ലി ഗ്രഹാം ആരാണെന്ന്. പുള്ളി പറഞ്ഞു വന്ന് കൊടുത്തോളാൻ പറഞ്ഞു. അന്ന് ബില്ലി ഗ്രഹാം കൺവെൻഷൻ കഴിഞ്ഞ് 10,000-ങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചിട്ട് ഇതുപോലത്തെ റാമ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോൾ ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഈ ബുക്ക് തരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ബില്ലി ഗ്രഹാം പുള്ളിയുടെ പേര് ചോദിച്ചു, പുള്ളിയുടെ പേര് പറഞ്ഞു. ബില്ലി ഗ്രഹാം എന്നിട്ട് അവൻ്റെ ഈ ബുക്ക് മേടിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, എന്താണ് താങ്കളുടെ ബുക്കിൻ്റെ പേര്? അദ്ദേഹം പറഞ്ഞു, ദൈവം മരിച്ചു. ചിരിച്ചോണ്ട് പറഞ്ഞു. ബില്ലി ഗ്രഹാം ഞെട്ടലോടെ ചോദിച്ചു, അതെപ്പോൾ? ദൈവം മരിച്ചോ? അതെപ്പോ സംഭവിച്ചു? ഇന്ന് രാവിലെ 9:30 മണി മുതൽ 11 മണി വരെ മിണ്ടിയതായിരുന്നല്ലോ.
ഇതിന്റെ ഇടയ്ക്ക് പുള്ളി എപ്പോഴാണ് മരിച്ചത്? ഈ 9 പുള്ളി എന്നോട് സംസാരിച്ചു, ഞാൻ പുള്ളിയോട് സംസാരിച്ചാണല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ദൈവം മരിച്ചതെന്ന് ചോദിച്ചു. ഈ ചമ്മിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയണം. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ സർവശക്തൻ. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാൻ പോവാണ്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാം, വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിലേറ്റവും വലിയതോ സ്നേഹമാണ്. എൻ്റെ മനസാക്ഷിയുടെ വിശ്വാസം തള്ളിക്കളഞ്ഞ് എൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സാത്താനി അറ്റാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കട്ടെ. മക്കളെ നോക്കി, കുടുംബത്തെ നോക്കി വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ പറഞ്ഞാട്ടെ. ഓ റാബാഷൽ ബ്രറ്റലമന്ദിയാനബാഷ്. ഞാൻ ഒട്ടും പിന്മാറുകയില്ല. എൻ്റെ വിശ്വാസ ചുവടുകൾ ഞാൻ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകയില്ല. ഞാൻ നിങ്ങൾക്കൊരു 2 മിനിറ്റ് തരികയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ദൈവത്തോട് ബന്ധമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു 2 മിനിറ്റ് പേഴ്സണലി പ്രാർത്ഥിക്കാൻ, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തരികയാണ്. ഒന്ന് കൈകളെ ഉയർത്തി ഒരു 2 മിനിറ്റ്, ആരുടെ സഹായം ഇല്ലാതെ. ഓൺലൈനിൽ കാണുന്നവർ, മീഡിയയിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, 2 മിനിറ്റ്സ്. ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ് ആൻഡ് പ്രേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചോട്ടെ. പലപ്പോഴും സാത്താൻ എന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ പലപ്പോഴും പദ്ധതികൾ ഒരുക്കി. എൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയാൻ പലപ്പോഴും പദ്ധതികൾ ഒരുക്കി. എൻ്റെ കർത്താവിൻ്റെ കൃപ അവൻ എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തതിനാൽ. ഓ ശതബർത്തനബാക്കന വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹോളി 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 ഹോളി. ഓ റഷ ബ്രറ്റല ബർത്തനെ ആഞ്ചല ബർത്തനാസിയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിക്കുന്നു എൻ കർത്താവേ. ആ കൈകളെ ഉയർത്തി കഴിയുമെങ്കിൽ 2 കൈകളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു ആർപ്പിട്ടെന്നാലോ ഒന്നിച്ചു ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴൂ കാൽ ചുവട്ടിൽ, വന്മതിൽ വീഴൂ കാൽ ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു ആർപ്പിട്ടെന്നാൽ, ഒന്നിച്ചു ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ, വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളച്ചീനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളച്ചീനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് സർവശക്തൻ കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. ആമേൻ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഓ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും, സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. ആമേൻ. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. അവൻ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. അഴിഞ്ഞിടും. ആമേൻ. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഓ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. ആമേൻ. സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. ഇന്ന് ഈ പകലിൽ എന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ, സാത്താൻ എന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാതെ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം എനിക്കുണ്ടാകാതെ, വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും എനിക്ക് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ടൊന്ന് മുന്നോട്ട് വന്നാട്ടെ, ഓടി മുന്നിലേക്ക് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്.
Hallelujah, Hosanna. Oh, hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah, Hosanna. ഞാൻ ഇന്ന് പ്രസംഗിച്ച വചനം എനിക്കറിയാം അല്പസമയം മുന്നോട്ട് പോയി. ഞാൻ ആ മെസ്സേജ് നിങ്ങൾക്ക് തരാതിരുന്നെങ്കിൽ പിശാചിന് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ആ മെസ്സേജ് ഇവിടെ റിലീസ് ആയതിനാൽ നിങ്ങളുടെ എത്ര പേരുടെ അകത്ത് നിങ്ങളുടെ ഫെയ്ത്തിനെ ഒന്ന് കർത്താവ് ഒന്ന് ഉറപ്പിച്ചു, ഒന്ന് കൈകളെ ഉയർത്തി പിടിച്ചത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ കട്ടപ്പന ദേശത്തെ ഇടുക്കി ജില്ലയിൽ ഈ മലയോര പ്രദേശങ്ങളിൽ അനേകർ യേശുവിനെ അറിയാനോ, അനേകർ കർത്താവിനാൽ വിടുവിക്കപ്പെടാനോ, അനേകർ സൗഖ്യം പ്രാപിക്കാനോ, ഒരു വലിയ ഉണർവിനായിട്ട്, ഒരു വലിയ റിവൈവലിനായിട്ട് ദൈവസഭയെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കണം. നിങ്ങൾ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലല്ല, നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് അതിശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു തലമുറയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി നിങ്ങൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ എന്നെ സൗഖ്യമാക്കുന്നവനാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ എന്നെ വിടുവിക്കുന്നവനാണ്. ഞാൻ വിശ്വസിക്കുന്നവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നവൻ എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നവനാണ്. ഞാൻ വിശ്വസിക്കുന്നവൻ അത്ഭുത മന്ത്രിയാണ്. ഞാൻ വിശ്വസിക്കുന്നവൻ അവൻ വീരനായ ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതിൽ Hosanna. We thank you, Lord. Oh, hallelujah. Hosanna. Oh, hallelujah. Hosanna. Hallelujah. Hosanna. ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇവരുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഇന്ന് പ്രസംഗിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുന്നു. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെയും വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിന് മുന്നമേ ദൈവം നമ്മളെ വിശ്വസിച്ചു എന്നതൊരു സത്യമാണ്. അവൻ നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി. എൻ്റെ വിശ്വസ്തത ഞാൻ തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു വിശ്വസ്തനായിരിക്കുമെന്ന് അവൻ എന്നെ മനസ്സിലാക്കി. അവൻ അങ്ങനെ എണ്ണി. അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി അവൻ്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കാക്കയെ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ കാണുന്നുണ്ട്. കാക്ക എന്ന് പറയുന്നത് അപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പക്ഷിയാണ്. അതിൻ്റെ ചുണ്ടിൽ ഒരു കാര്യം എത്തിയാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. അത് സത്യത്തിൽ കാക്കയുടെ സ്വഭാവം വെച്ചിട്ട് ആ പക്ഷി അതിനെ കുത്തി വലിച്ച് തിന്നേണ്ടതാണ്. ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുവച്ച് കുത്തി വലിച്ച് തിന്നേണ്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ കാക്കയെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. അത് റൂട്ട് മാറിക്കൊണ്ടുപോയി കുത്തി വലിച്ച് തിന്നില്ല, അത് ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിക്കുമെന്ന് ദൈവത്തിനൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പക്ഷി ഒത്തിരി പാട്ടുകളിൽ ഇടം പിടിച്ചത്. ആ പക്ഷി, ആ പറവയെ ഇന്നും പലരും പ്രസംഗിക്കുന്നത്, മെസ്സേജുകളിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പല കൈമാറ്റങ്ങളും നടക്കും, പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും.
ഒരിക്കലും നമ്മുടെ അകത്ത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കണം. അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറുകളും മാറ്റണം. നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുക, വചനങ്ങൾ വായിക്കുക, വായിക്കൊണ്ടത് പ്രഖ്യാപിക്കുക, പാട്ടുകൾ കേൾക്കുക, അങ്ങനെയുള്ള നെഗറ്റീവ് പറയാത്ത ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയങ്കര ശക്തമായി മാറും. ജ്ഞാനിയോട് കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ വായിപ്പിച്ച വാക്യം പോലെ യെശയ്യാ പ്രവചനം 6 പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിച്ചതിനാൽ ഞാനും ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി മാറിയെന്ന്. നമ്മളുടെ ആ റൈറ്റ് അസോസിയേഷൻ, റൈറ്റ് കണക്ഷൻസ്, ആ റൈറ്റ് അറ്റ്മോസ്ഫിയർ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ബിൽഡപ്പ് ചെയ്യും. ഹല്ലേലൂയ. അതിനുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇയ്യോബിനെ കുറിച്ച് സാത്താൻ ചിന്തിച്ചു, ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറയും, മുഖത്ത് നോക്കി തള്ളി പറയുമെന്ന്. പക്ഷെ ദൈവത്തിന് ഇയ്യോബിൽ വിശ്വാസമായിരുന്നു. ദൈവം ഇയ്യോബിനെ വിശ്വസിച്ചു. ദൈവം സാത്താനോട് പറഞ്ഞു, നീ എന്തും കാണിച്ചോ, അവൻ എന്നെ തള്ളി പറയില്ല. പക്ഷെ ദൈവത്തിന്റെ വിശ്വാസത്തിന്, ജോബിനോടുള്ള വിശ്വാസത്തിൽ ഭംഗം വന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണായിരിക്കുമ്പോഴും ജോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവന്റെ ജീവിത ചരിത്രത്തെ മുഴുവൻ ദൈവം മാറ്റി. നിങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. നിങ്ങൾ വായ്ക്കൾ തുറന്ന് വിശ്വാസം പ്രഖ്യാപിച്ചാണ്. നിങ്ങൾ വിശ്വാസത്തോടെ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. നിങ്ങൾ ബൈ ഫെയ്ത്തിൽ എന്ത് പറയുന്നോ ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ദൈവം അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എല്ലാവരും ഈ ചർച്ചിൽ നിൽക്കുന്നവരെല്ലാവരും അന്യഭാഷകളിൽ ശബ്ദമുയർത്തി സ്തുതിച്ച് ദൈവമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ആളുകൾ എപ്പോഴെങ്കിലും ഡൗൺ ആകുന്നെങ്കിൽ, ഞാൻ സത്യമാണ്, ഞാൻ എന്തിനാണ് ഈ ശബ്ദം എടുത്ത് സ്തുതിക്കാൻ പറയുന്നതെന്നറിയാം. നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിപ്രഷനിലായി, നിരാശയിലോ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ പോകുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ അകത്തുനിന്ന് ശബ്ദം വരണം, ശബ്ദം എടുത്ത് സ്തുതിക്കണം. അതുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാ പറഞ്ഞത്, വിഷണ്ട മനസ്സിന് പകരം ഞാൻ സ്തുതി എന്ന മേലാടെ അണിയിക്കുമെന്ന്. ഈ വിഷണ്ട മനസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിപ്രസ്ഡ് ഹാർട്ട്, നിരാശപ്പെട്ട ഹൃദയം, അത് മാറണമെങ്കിൽ സ്തുതി എന്ന മാൻഡിൽ വീഴണം. ഈ അതിങ്ങനെ ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലല്ല, ശബ്ദം എടുത്ത് അകത്ത് ഇങ്ങനെ ഉള്ളിന്ന് ശബ്ദം എടുത്ത് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ചിലതിങ്ങനെ പൊട്ടി മാറുന്നു.